ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു കാര്യത്തിന് പോവാണ്. അത് നമുക്ക് കുറച്ച് വഴിയെ പോയി അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി പോരെ. അപ്പോൾ ഒരു സർപ്രൈസും ആകത്തില്ലേ. അത്ര വലിയ സർപ്രൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ മാത്രമല്ല, ആതിരാജയും കൂടെ ഉണ്ടായിരുന്നു. ഗേൾസ് ട്രിപ്പാണ്. യദുകൃഷ്ണ ഇല്ല. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിന്. അതുകൊണ്ട് യദുകൃഷ്ണ വരുന്നില്ല, നമ്മളാണ് പോകുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളും വരത്തില്ലേ ഗൈസ്? ആതിരാജ് ഭയങ്കര മേക്കപ്പാണ് ഗൈസ്, ഞാൻ ഭയങ്കര നാച്ചുറലാ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. കറക്റ്റ് ബംഗാളികളെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റത്തില്ല, എനിക്കും തോന്നി. നമ്മുടെ യാത്വിക ബൈജോയിലെ തന്നെയാണ്. കുർത്ത സെറ്റും ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ ആതിര ചേച്ചിയുടെ കൂട്ടത്തിൽ സ്കൂട്ടറിലാണ് പോകുന്നത്. അയ്യേ, ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്നല്ലേ. ആതിരാജ് ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ ബാത്റൂമിൽ പോയി എന്തെങ്കിലും ഒരിറ്റ് പോകാനുണ്ടെങ്കിൽ ആ ഇറ്റും കൂടെ പോയതിന് ശേഷം മാത്രമേ വെളിയിൽ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളല്ല, ഞാൻ സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് വരുത്തില്ല. അങ്ങനെ വരുത്തും. ഓക്കെ, അപ്പോൾ ആതിരാജ് വരുന്നുണ്ട് ഗൈസ്. ആതിരാജ് വരുന്നത് കാണിച്ചു തരാം. കണ്ടടേ, നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. നമ്മളൊക്കെ എല്ലാവർക്കും ഈ ട്രെയിനിൽ പോകുന്നതൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കതൊരു വലിയ ടാസ്ക്കാണ് ഗൈസ്. എപ്പോൾ വന്നാലും കുറേ അലച്ചിലും യദുകൃഷ്ണ ചീത്തവിളിയും, മൊത്തത്തിൽ ട്രോമയാണ്. അങ്ങനെ ഞങ്ങളിവിടെ അവസാന ഇതിൽ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 7 വന്നിട്ടുണ്ട്. S3 കയറേണ്ടത്. ഇതൊക്കെ അതാണ് നിങ്ങൾ മറക്കരുത്. പല്ലി റബ്ബർ ഇട്ടേ പിന്നെ സംസാരം കുറച്ചുകൂടെ അങ്ങ് ഇതുപോലെയായി. ചിരിക്കുന്നുള്ളതിലും പറയൂ ഗൈസ്, പറയരുതെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയായിട്ടാണ് വളർത്തിയത്. അപ്പൊ എൻ്റെ ഏട്ടൻ പന്നക്കുട്ടിയായിട്ടാണ് വളർത്തിയേക്കുന്നത്. എന്താ ഗൈസ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതിന് മുടിയൊക്കെ മണ്ട കയറ്റി വെച്ച് മധുരമായിരിക്കും. അപ്പം എന്തായിരുന്നാ ഭയങ്കര ആവി. അപ്പം എൻ്റെ ഭയങ്കര കംഫർട്ട് സോൺ ഇങ്ങനെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കിട്ടി വെച്ചു. ഞങ്ങൾക്ക് പാപ്പ ഒന്നും കഴിച്ചില്ല രാവിലെ, അതുകൊണ്ട് ലേസും ഡയറി മിൽക്കും അപ്പി ഫിസും ഒക്കെ മേടിച്ചത്. നല്ലതല്ലെന്നറിയാം, ഇതൊക്കെ നിങ്ങൾ പറയണം, പക്ഷെ അറിയാം. എന്നാലും വേറെ ഒന്നും ഇവിടെ അടുത്ത് കിട്ടാത്തതുകൊണ്ട് നമ്മളിത് മേടിച്ച് കഴിച്ചു ഗൈസ്. നമ്മൾ ട്രെയിനിൽ കയറി ഗൈസ്. ചെക്കർ വന്നപ്പോ നമ്മൾ രണ്ടുപേരും ശരിക്കുള്ള സീറ്റിൽ വന്നു ഗൈസ്. ഓടി ഫാനൊക്കെ കൊണ്ടുവന്നേക്കാന്ന്. അതിലേക്ക് വേണോ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി ബസ്സിൽ കയറിയിട്ട് നമ്മൾ ആൽത്തറ മൂട് ഇറങ്ങണം. അയ്യോ, സ്ഥലം പറയണ്ട, ഇതും ഇല്ലെന്ന് തോന്നുന്നു. ബസ്സിൽ ഏത് കയറണമെന്ന് അറിഞ്ഞൂടാ. എവിടെയെങ്കിലൊക്കെ എത്തുക പ്രതീക്ഷയില്. കാണിച്ചോട്ടെ, എന്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ഞാനാണോന്ന്. അതേപോലെ ഉണ്ടല്ലേ ചായ, ട്വിൻ സിസ്റ്ററാ. ബസ്സിൽ കയറി ഗൈസ്. ഇവിടെ ആർക്കും ആൽത്തറ മൂട് അറിയത്തില്ല. അവളെ നമ്മളെ ചതിച്ചോ? പൊക്കോണ്ടിരിക്കുക. സീറ്റ് കിട്ടി ഗൈസ്. ഈ പ്രൈവറ്റ് ബസ്സിൽ ഈ പാട്ടൊക്കെ കിട്ടാൻ ടൈപ്പല്ലേ, പക്ഷെ അറിയത്തില്ല ഇവിടെ ഇറങ്ങണ്ടെന്ന്. വൈപ്പൊക്കെ ഇട്ടുണ്ടോ ചവറ വരച്ചില്ല. മഴയുണ്ടോ? മഴയും പെയ്യുന്നു ഗൈസ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ടിന്റെ അനിയൻ വന്നു വിളിക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഗംഗയുടെ അനിയത്തിയുടെ കുഞ്ഞിന്റെ 28 കെട്ടാണെന്ന്. അവൾ എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഗൈസ്. അതെ, ഇത് ഡ്രസ് അവൾ അങ്ങനെ ഒരുങ്ങാറില്ല എപ്പോഴും. ഇന്ന് അതാ. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. മൈക്കൊക്കെ കുത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വന്ന ഞാൻ, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ തിരക്കാണ് എല്ലാവരും ഉണ്ട്.
പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന ഗൈസ്. ആദിരാജ് ഇനി എൻ്റെ കൂട്ടത്തിൽ വരത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഡു യു ലൈക്ക് ദിസ് ട്രിപ്പ്? മുഖമൊക്കെ ഒരുമാതിരിയായി, ആവി അതിൻ്റെ ഇടയ്ക്ക്. കൊള്ളാം. വന്ദേ ഭാരത് അപ്പുറത്ത് കയറിയിരിക്കുന്നു, അല്ല നിൽക്കുന്നു. എനിക്ക് ട്രെയിനെ പോകണമെന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമ്മൾ പോകും. അവിടെ ഭയങ്കര മഴയാന്ന് പറയുന്നു. നമ്മളെ തിരിച്ച് നമ്മുടെ വീട്ടിൻ്റെ ചെങ്ങന്നൂരിലെത്തിയേക്കുന്നു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ തീർന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ടയേർഡായി. അപ്പം ഇനി സന്ധിക്കും വരെ മണക്കം. ഇനി ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇവിടെ നിന്ന് വണ്ടിയിൽ വീട്ടിൽ പോകും. ഏതൊക്കെ വീട്ടിലോട്ട് വരാൻ വന്നിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ ബൈ 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 ഗൈസ്.